വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ലാസ്റ്റ് റമദാൻ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. ഇതിൽ ഞാൻ ഈവനിങ് മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഇപ്പോൾ എന്തായാലും ഇത് 30ാമത്തെ നോമ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം നാളെ തന്നെയാണ് ഈദ് എന്നുള്ളത്. അപ്പോൾ ഈദിൻ്റെ പർച്ചേസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഇവിടെ സമയം 4:30 ആ ഒരു ടൈമാണ് ഇത്. പക്ഷേ ഇവിടെ ബാങ്ക്, അതായത് മഗ്‌രിബിൻ്റെ ബാങ്ക് 7:45 കൊടുക്കുക. ബാങ്ക് കൊടുക്കുന്നൊന്നും കേട്ടിട്ടില്ല. ഇവിടെ ഒരു ആപ്പ് ത്രൂ ആണ് നമ്മൾ ബാങ്കിൻ്റെ ഒക്കെ സമയങ്ങൾ നോക്കുന്നത്. അപ്പോൾ 7:45 ഇപ്പോൾ ഒരു ലാസ്റ്റ്, അതായത് നമ്മൾ ഏപ്രിലേക്ക് ചാടിയത് മുതൽ ഒരു 7:45 ആ ഒരു ടൈമിലാണ് ബാങ്ക് കൊടുക്കാറ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇത് പർച്ചേസ് അങ്ങനെ വിചാരിച്ചിട്ട് ഇറങ്ങിയതല്ല കേട്ടോ, ജസ്റ്റ് ഒരു വാക്കിന് ഇറങ്ങിയതാണ്. അങ്ങനെ അതുവഴി പോകുമ്പോൾ നമുക്ക് ഇതിനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി. അപ്പോൾ നമ്മൾ ആദ്യം ഈ പാർക്കിലാണ് കേട്ടോ പോകുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ എത്തും. ഇവിടെ എന്താ പറയുക, ഇങ്ങനെ നമ്മുടെ ചുറ്റുവട്ടം ഉള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇതുപോലെ വാക്ക് ഇട്ടിട്ട് എന്നും കാണാത്ത ഓരോ ഏരിയ കൂടെ ഇങ്ങനെ പോകുക. അധികം റെസിഡൻഷ്യൽ ഏരിയ ആണ്, പക്ഷെ എന്നാലും കാണാത്ത അത് കൂടെ ഒക്കെ അങ്ങനെ ജസ്റ്റ് പോകുക, അങ്ങനെ പറഞ്ഞ് നടക്കും. പിന്നെ ഇവിടെ നടത്തം ഒരു രസമാണ്. നമുക്കിങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ സംസാരിച്ച് അങ്ങനെ പോകുമ്പോൾ ടൈം അങ്ങനെ അങ്ങ് പോകും. പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ എന്താ വെച്ചാൽ എനിക്കൊന്നാമത് ഇവിടുത്തെ ഈ പ്രകൃതി അങ്ങനത്തെ കാര്യങ്ങളൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ വീട് കാര്യങ്ങളൊക്കെ എന്താ പറയുക എല്ലാം ഒരുപോലെ തന്നെ. അപ്പോൾ ഈ റെസിഡൻഷ്യൽ ഏരിയ ആകുമ്പോൾ അവിടെയൊക്കെ പൊതുവേ ഒരേപോലെ തന്നെ. പിന്നെ ഇങ്ങനെ ഓരോ വീടിൻ്റെ മുന്നിലുള്ള ഡെക്കറേഷൻസ്, അവിടുത്തെ ഗാർഡന് കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും. ചിലർ നല്ല ഷേപ്പിലൊക്കെ ഇങ്ങനെ ബുഷസ് കാര്യങ്ങളൊക്കെ നല്ല ഷേപ്പിൽ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം അങ്ങനത്തെയൊക്കെ കാഴ്ചകൾ കാണാം എന്നുള്ള രീതിക്കാണ് വാക്കിനിങ്ങനെ പോകാറുള്ളത്. അല്ലാണ്ട് നമുക്ക് ഈ തണുപ്പത്ത് ഇങ്ങനെ നടക്കാൻ പ്രാന്തൊക്കെ, നമ്മൾ നടന്ന് കുറച്ച് കഴിയുമ്പോൾ കാണാൻ കൈയൊക്കെ അങ്ങനെ തണുത്ത് മരവിച്ചിട്ട് നിൽക്കില്ല. അപ്പം പ്രാന്ത് കടിക്കും. പക്ഷെ എന്നാലും ഒരു രസമല്ലേ. പിന്നെ നടന്ന് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടാവും. കാരണം നാട്ടിലൊന്നും നമ്മൾ ഇത്ര ദൂരമൊന്നും നടക്കില്ല. 40 മിനിറ്റ് അങ്ങോട്ടും 40 മിനിറ്റ് ഇങ്ങോട്ടൊക്കെ ആയിരിക്കും നടക്കുന്നുണ്ടാവും. അങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു ഇതായിട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് 40 മിനിറ്റ് ഉണ്ട് സിറ്റി സെൻറ്റർക്ക്. ഇവിടുന്ന് തിരിച്ചും അത്ര ദൂരം നടക്കണം. അപ്പോൾ ഞങ്ങൾ പ്രൈമാർക്കിലാട്ടോ ഡ്രസ്സ് എടുക്കാൻ വന്ന്. ഞാനിവിടെ ഒരു ഡ്രസ്സ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്ന്. പിന്നെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ നമ്മൾക്ക് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പ്രതീക്ഷിക്കാണ്ട് പെരും മഴയാണ്. അപ്പോൾ നമ്മൾക്ക് നോമ്പ് തുറക്കാൻ നമ്മൾ കയ്യിലൊന്നും കരുതിയിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടുത്തെ ഒരു ടേക്ക് അവേ കഫേ നമ്മളൊരു പിസ്സ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് കഴിക്കുന്നു. മഴയും കണ്ട് സ്റ്റോളറിൻ്റെ മുകളിൽ വെച്ചിരുന്ന് കഴിക്കുമായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഊബർ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ച്. കാരണം മഴ നിൽക്കണമെങ്കിൽ നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്. പിന്നെ മഴ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് നല്ല തണുപ്പ് കൂടുകയും ചെയ്തു. പിന്നെ മഴ നിൽക്കുന്ന സാധ്യതയല്ല. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സെക്കൻഡിൽ മഴയാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ മഴ ഉണ്ടാവില്ല. അങ്ങനെ ഇവിടെ നമുക്ക് വെതർ കാണിക്കുന്ന പോലെ തന്നെ ആയിരിക്കും. പക്ഷേ എന്നാലും ഒരു ഷിറ്റ് കാലാവസ്ഥയാണ്. ഇപ്പോൾ ഈ ഒരു സമയം നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ പെട്ടെന്ന് കാണാം മഴ പെയ്യുന്നത്. ഈ മഴ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ട് ജലദോഷം പിടിക്കാൻ. കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇവിടെ എത്തി ഇവിടുത്തെ കാലാവസ്ഥയോട് യൂസ്ഡായി ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഡേ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.